ഓൺലൈൻ വായ്പ ഗെയിം ആപ്പ് കമ്പനികൾ വഴി കള്ളപ്പണം വിദേശത്തേക്ക് കടത്തിയതായി ഇഡി. കേസിൽ വൈപ്പിൻ സ്വദേശി റാഫേൽ ജെയിംസ് റൊസാരിയോയെ ഇഡി ചോദ്യം ചെയ്യുന്നു. റാഫേലിന്റെ വീട്ടിൽ ഇഡി റെയ്ഡും നടത്തിയിരുന്നു. വായ്പ ഗെയിം ആപ്പ് കമ്പനികളുടെ 123 കോടി രൂപ മരവിപ്പിച്ചു. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ്. ഓൺലൈൻ വായ്പ ഗെയിം ബെറ്റിംഗ് ആപ്പ് കമ്പനികൾ കോടികളുടെ കള്ളപ്പണം വിദേശത്ത് കടത്തിയതിലാണ് ഇഡി വ്യാപക റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളും നടത്തുന്നത്. കൊച്ചി, മുംബൈ, ചെന്നൈ ഉൾപ്പെടെ 10 കേന്ദ്രങ്ങളിലായിരുന്നു ഇഡി റെയ്ഡ്. റെയ്ഡിൽ കണ്ടെത്തിയ 123 കോടി രൂപ മരവിപ്പിച്ചിട്ടുമുണ്ട്. കള്ളപ്പണ ഇടപാടിൽ പങ്കാളിയാണെന്ന് കണ്ടെത്തിയ എറണാകുളം വൈപ്പിൻ സ്വദേശി റാഫേൽ ജെയിംസ് റൊസാരിയോയാണ് ഇഡി സമൻസ് നൽകി വിളിച്ചു വരുത്തിയത്. ഇതേ കേസിൽ മറ്റൊരു കണ്ണിയായ വർഗീസിനെയും ചോദ്യം ചെയ്തു. റാഫേൽ ജെയിംസ് റൊസാരിയോയുടെ വീട്ടിലും ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. റാഫേൽ ജെയിംസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി വിദേശത്തേക്കും പണം കടത്തിയതായാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. വ്യാജ പേരുകളിൽ അക്കൗണ്ട് തുടങ്ങി ഓൺലൈൻ ഗെയിം ആപ്പുകളിലൂടെ നിക്ഷേപിക്കുകയും ഈ പണം ചെന്നൈ, ബംഗളൂരു, ഡൽഹി, മുംബൈ നഗരങ്ങളിലെ കടലാസ് കമ്പനികളിലേക്ക് മാറ്റുകയുമായിരുന്നു ചെയ്തിരുന്നത്. കടലാസ് കമ്പനികളിൽ നിന്ന് ക്രിപ്റ്റോ കറൻസി വ്യാജ ഇൻവോയ്സുകളിലൂടെ കള്ളപ്പണം വിദേശ ബാങ്കുകളിലേക്ക് എത്തിക്കുന്നതാണ് രീതി. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാജ ഇൻവോയ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സിംഗപ്പൂർ ആസ്ഥാനമായ NIUM കമ്പനിയുടെ ഇന്ത്യയിലെ ബ്രാഞ്ചുകളിലായിരുന്നു ഇഡി റെയ്ഡ് നടത്തിയത്. ഓൺലൈൻ ആപ്പുകൾ 100 കണക്കിന് കടലാസ് കമ്പനികൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം മണി ചെയിൻ മാതൃകയിലുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നിക്ഷേപ തട്ടിപ്പിലും ഇഡി കൂടുതൽ പേരെ ചോദ്യം ചെയ്യുകയാണ്. കമ്പനിയുടെ ടീം ലീഡേഴ്സിനെയാണ് ചോദ്യം ചെയ്യുന്നത്. നിക്ഷേപ തട്ടിപ്പിനൊപ്പം ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട്. ജനം, കൊച്ചി.